ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, നമ്മളുടെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച തുടരുന്നു എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നത്. അതിനെ പിടിച്ചു നിർത്താൻ നമ്മുടെ ഗവൺമെൻറ്റിനോ റിസർവ് ബാങ്കിനൊന്നും ഒരു രീതിയിലും സാധിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് നമുക്കിവിടെ പങ്കുവയ്ക്കാനുള്ളത്. ലോകത്തിലെ മുൻനിരയിലുള്ളൊരു സാമ്പത്തിക ശക്തിയായിട്ട് വളരുവാൻ വെമ്പൽ കൊള്ളുന്ന ഇന്ത്യയുടെ കറൻസി വളരെ മോശമായിട്ടുള്ള പ്രകടനമാണ് ഡോളറിനെതിരെ നമ്മൾ ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഡോളറാണല്ലോ യൂണിവേഴ്സൽ അല്ലെങ്കിൽ ഗ്ലോബൽ കറൻസി. അപ്പോൾ അതുമായിട്ടാണല്ലോ എല്ലാ രാജ്യങ്ങളിലെയും കറൻസികളെ പെഗ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ്, വിനിമയ നിരക്ക് അതിനെ തീരുമാനിക്കുന്നത് ഡോളറുമായിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ എല്ലാ കറൻസികളിലെയും സ്ട്രെങ്തും വീക്ക്നസ്സും ഒക്കെ പരിശോധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളുടെ ഇന്ത്യൻ റുപ്പിയും ഡോളറുമായിട്ടുള്ള വിനിമയ നിരക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് റുപ്പി സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വീക്കൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം, ഇന്ത്യയുടെ രൂപയുടെ മൂല്യശോഷണം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് റെക്കോർഡ് തകർച്ചയിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏകദേശം ഇതൊരു ചരിത്രപരമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയൊരു മൂല്യശോഷണം അല്ലെങ്കിൽ ഏഹ്, രൂപയുടെ മൂല്യത്തിലുള്ള തകർച്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏകദേശം US ഡോളറിനോട് നമ്മൾ 91.99 എന്ന നിരക്കിലാണ് അവസാന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2025 ഏകദേശം 5% ഡിപ്രീസിയേഷന് രൂപയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. 5% ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം 5% മൂല്യം കുറഞ്ഞിട്ടുണ്ട് രൂപയുടെ 2025 മാത്രം. പക്ഷേ 2026 ഇത് ജനുവരി മാസം കഴിഞ്ഞില്ല. ഈ ജനുവരി മാസം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് രൂപയ്ക്ക് ഏകദേശം 2% മൂല്യത്തകർച്ച അല്ലെങ്കിൽ അതിൻ്റെ വിലയിടിവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയെ സംബന്ധിച്ച്, നമ്മളുടെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് വളരെ ആശങ്ക പരത്തുന്ന ഒരു കാര്യമാണ്. കാരണം ഏത് രാജ്യത്തിൻ്റെയും പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥയുമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തിക സംവിധാനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് കറൻസിയും ആ കറൻസിയുടെ മൂല്യവും. അത് ഇന്നത്തെ ലോകക്രമം അനുസരിച്ച് നമ്മൾ ഡോളറുമായിട്ടാണ് അതിനെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഡോളറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ രൂപയുടെ അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തിൻ്റെ കറൻസി മുകളിലേക്ക് പോകുന്നുണ്ടോ താഴേക്ക് പോകുന്നുണ്ടല്ലോ എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് കറൻസിയുടെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രെങ്തും വീക്ക്നെസ്സും. അപ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് തിയറട്ടിക്കലായിട്ടെങ്കിലും പ്രത്യേകിച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. ഈ രൂപയുടെ മുകളിൽ ഇത്രയധികം സമ്മർദ്ദങ്ങൾ ഉണ്ടാവുകയും രൂപയ്ക്ക് ഇങ്ങനെ വിലയിടിവ് ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണെന്നുള്ളത് നമുക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള അവരുടെ നയപരിപാടികളും അല്ലെങ്കിൽ അവരുടെ സമ്പദ് വ്യവസ്ഥയിലുള്ളവരുടെ സമീപനങ്ങളും ഒക്കെ തന്നെ ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഗവൺമെൻറ്റാണല്ലോ ഇതിൻ്റെ ഉത്തരവാദിത്വം. സാധാരണക്കാരായിട്ടുള്ള നമുക്കല്ല ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ. കറൻസി പ്രിന്റ് ചെയ്യുന്നതും സർക്കുലേറ്റ് ചെയ്യുന്നതും ആ കറൻസിയുടെ വിലയെ നിശ്ചയിക്കുന്ന പോളിസി മാറ്റേഴ്സും എല്ലാം തന്നെ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തങ്ങളാണ്. ആര് ഭരണത്തിലിരിക്കുന്നു അവരാണ് ഇതിനെ കൃത്യമായിട്ട് നല്ല സാമ്പത്തിക നയങ്ങളിൽ കൂടിയും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു വഴിയിൽ കൂടെ തിരിച്ചു വിട്ട് അല്ലെങ്കിൽ അതിനെ നയിച്ച് ആ രാജ്യത്തിൻ്റെ കറൻസിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മൂല്യശോഷണത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളത് ആ ഗവൺമെൻറ്റിൻ്റെ ഏത് രാജ്യത്തെ ഏത് കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ നിലകൊള്ളുന്ന ഗവൺമെൻറ് ഉത്തരവാദിത്തം. അപ്പോൾ ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് അതിനെ ഈ പറഞ്ഞ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കത്തില്ല. നമ്മളിവിടെ രാഷ്ട്രീയം പറയുകയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുകയല്ല പറയുന്നത്. പക്ഷേ ഗവൺമെൻറ്റാണ് അതിൻ്റെ ഉത്തരവാദിത്തം. അതും സെൻട്രൽ ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കൊന്നുമല്ല. കാരണം കറൻസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സോവറിൻ റൈറ്റ് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇതിനകത്ത് ഉത്തരം പറയാനുള്ളതും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഈ രൂപയെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സേവ് ചെയ്യുക എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനും അതിൻ്റെ ഏജൻസിയായിട്ടുള്ള RBIക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണമായിട്ട് പറയുന്ന ചില ഘടകങ്ങളുണ്ട്. അതിനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കാം. അതായത് പ്രധാനമായിട്ടും നമ്മളുടെ ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വിദേശ നിക്ഷേപകർ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും വളരെ വ്യാപകമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ വളരെ വലിയ തോതിൽ അവരുടെ സ്റ്റോക്കുകൾ വിറ്റഴിച്ചിട്ട് ഇവിടുന്ന് ഡോളർ ഡിമാൻഡ് ചെയ്ത്, എന്നുവെച്ചാൽ ഡോളറിനെ മാർക്കറ്റിൽ നിന്ന് അവർ പിൻവലിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. എന്നിട്ട് വിദേശ നിക്ഷേപകർ ഇവിടുന്ന് കൂട്ടം കൂട്ടമായിട്ട് ഇന്ത്യക്ക് വെളിയിലേക്ക് പലായനം ചെയ്തു പോകുന്നു എന്നാണ് പറയുന്നത്. അത് തീർച്ചയായിട്ടും ഡോളർ സ്ട്രെങ്തൻ ചെയ്യുന്നതുകൊണ്ട് കൂടുതലും അമേരിക്ക അതുപോലുള്ള മാർക്കറ്റുകൾ ലക്ഷ്യമാക്കിയിട്ടാണ് ഈ പറഞ്ഞ വിദേശ നിക്ഷേപകർ. കാരണം ഈ നിക്ഷേപിക്കുന്നവരുടെ ലക്ഷ്യം എന്താണ്? കൂടുതൽ ലാഭം കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ലാഭം കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക്, മാർക്കറ്റുകളിലേക്ക് അവർ തീർച്ചയായിട്ടും
വിദേശ നിക്ഷേപകരായാലും അല്ലെങ്കിൽ മറ്റ് ബിസിനസ് ഇൻവെസ്റ്റേഴ്സ് ആയാലും എല്ലാം തന്നെ അവരുടെ നിക്ഷേപത്തെ അവർ ഡയറക്റ്റ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ വലിയ ഫലപ്രദമല്ല അല്ലെങ്കിൽ ഇവർക്ക് ലാഭകരമല്ല എന്ന് അറിയുമ്പോൾ ഈ മാർക്കറ്റിൽ നിന്നും അവർ പണം വിഡ്രോ ചെയ്തിട്ട് അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ അവർ വിറ്റഴിച്ച് അവർ ഡോളർ ഡിമാൻഡ് ചെയ്തിട്ട് ഈ മാർക്കറ്റിൽ നിന്ന് അവർ എക്സിറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് വലിയൊരു ഘടകമായിട്ടാണ് ഇത് പറയുന്നത്. ജാനുവരിയിൽ മാത്രം ഏകദേശം 350 കോടി ഡോളർ, ഡോളറാണ്, രൂപയല്ല, 350 കോടി ഡോളർ നമുക്ക് ഇവിടുന്ന് നമ്മുടെ മാർക്കറ്റിൽ നിന്നും വിദേശ നിക്ഷേപകർ വിറ്റഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നിഫ്റ്റി ഏകദേശം, ഈ നിഫ്റ്റി 50 എന്ന് പറയുന്ന സൂചിക അല്ലെങ്കിൽ ഇൻഡെക്സ് ജാനുവരിയിൽ മാത്രം 5% കുറവ് അല്ലെങ്കിൽ താഴോട്ടുള്ള ഡിക്ലൈൻ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദാനി ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ ഇപ്പോൾ അമേരിക്ക മറ്റൊരു വഴിത്തിരിവിലേക്ക് അവർ തിരിച്ചുവിട്ടിരിക്കുകയാണ്. കാരണം ഗവൺമെൻറ്റുമായിട്ട് അവർ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അവർ വിചാരിക്കുന്ന രീതിയിലുള്ള റെസ്പോൺസ് കിട്ടാത്തപ്പോൾ അദാനി കമ്പനിക്ക് നേരിട്ട് അവർ ഈ പറഞ്ഞ എന്താ പറയുന്നത് ഈ കേസിനെ അവർ നേരിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതും ഈ നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ വൻതോതിലുള്ള ഇടിവുകൾ ഉണ്ടാക്കുവാനും ഇതുപോലുള്ള വിദേശ നിക്ഷേപകർ വൻതോതിൽ ഡോളർ ഡിമാൻഡ് ചെയ്യുക. ഡോളർ ഡിമാൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടുന്ന് വിദേശ നിക്ഷേപകർ നിക്ഷേപിച്ചിട്ടുള്ളവരുടെ നിക്ഷേപത്തെ അവർ പിൻവലിക്കുക. അപ്പോൾ തീർച്ചയായും നമുക്ക് ഡോളർ നമുക്ക് പേ ചെയ്യേണ്ടി വരും നമുക്ക്. അപ്പോൾ മാർക്കറ്റിൽ നിന്നും എക്കോണമിയിൽ നിന്നും ഡോളർ കൂടുതൽ എന്താ പറയുക ഡ്രെയിൻ ഔട്ട് ആകും. അപ്പോൾ ഡ്രെയിൻ ഔട്ട് ആകുമ്പോൾ റുപ്പിയായിട്ടുള്ള ബാലൻസ് തെറ്റുകയും ആ റുപ്പിക്ക് പിന്നെ വിലയിടിവ് ഉണ്ടാകുക അല്ലെങ്കിൽ മൂല്യശോഷണം ഉണ്ടാവുകയും ചെയ്യും. പിന്നെ നമ്മുടെ എക്കോണമിയിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഡോളറിന് ഗോൾഡിന് ഭയങ്കര ഡിമാൻഡാണ്. സ്വർണത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചതും സ്വർണം ഉൾപ്പെടെയുള്ള കമ്മോഡിറ്റീസിൻ്റെ ഇറക്കുമതി കൂടിയതൊക്കെ തന്നെ. കാരണം നമുക്കറിയാം ഇറക്കുമതി കൂടും, സ്വർണം മാത്രമല്ല ഏത് ഐ ഉൽപ്പന്നത്തിൻ്റെ കമ്മോഡിറ്റിയുടെ, ഇപ്പം നമ്മൾ കൂടുതൽ ഓയിൽ ഇറക്കുമതി ചെയ്താലും നമ്മുടെ എക്കോണമിയിൽ നിന്ന് ഡോളർ നമുക്ക് കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ കൂടുതൽ ഡോളർ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് പോകും. അത് നമ്മുടെ രൂപയുടെ മൂല്യത്തെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഗോൾഡ് കൂടുതൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഡോളർ കൂടുതൽ പുറത്തേക്ക് നമുക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഫ് ഷോർ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഈ പറഞ്ഞ നിക്ഷേപങ്ങളൊക്കെ തന്നെ വിറ്റഴിക്കുവാൻ കാരണമായത് അതും കൂടുതൽ ഡോളർ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് പോയി എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് രൂപയുടെ മൂല്യത്തിന് ഇടിവുണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ വർഷം മാത്രം, അതായത് 2025 1890 കോടി രൂപയല്ല, 1890 കോടി ഡോളറിന് തുല്യമായിട്ടുള്ള എമൗണ്ടാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വിദേശ നിക്ഷേപകർ ഇവിടെ വിറ്റഴിച്ചത്. 2025 മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഈ 1890 കോടി ഡോളർ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് പോയി. അതിനെ ക്യാപിറ്റൽ ഫ്ലൈറ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം പൊതുവെ. എന്നുവെച്ചാൽ ഇവിടുന്ന് മൂലധനം, അവർ നിക്ഷേപിച്ച മൂലധനം അവർ പിൻവലിച്ചുകൊണ്ട് പോയി. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ പറയാം, ബാങ്കിൽ നമ്മൾ നിക്ഷേപിച്ച ഒരു എമൗണ്ട് നമ്മൾ പിൻവലിക്കുമ്പോൾ തീർച്ചയായിട്ടും ബാങ്കിന് ആ എമൗണ്ടിൻ്റെ കുഷ്യൻ നഷ്ടപ്പെടുകയാണ്. ആ ഡിപ്പോസിറ്റിൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുഷ്യൻ നഷ്ടപ്പെടും. അതുപോലെയുള്ളൂ നമ്മുടെ മാർക്കറ്റിൽ നിക്ഷേപിച്ചിട്ടുള്ളവർ മാർക്കറ്റിൽ നിന്ന് നിക്ഷേപം പിൻവലിച്ചുകൊണ്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അത്രയും പണം വിദേശ നിക്ഷേപകരായതുകൊണ്ട് നമുക്ക് ഡോളർ കൊടുക്കേണ്ടി വരും. അപ്പം ഡോളർ നമുക്ക് അത്രയും വിറ്റഴിക്കേണ്ടി വരും നമുക്ക് മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ എക്കോണമിയിൽ നിന്ന്. അപ്പോൾ തീർച്ചയായിട്ടും രൂപയുടെ മൂല്യത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വളരെ ഫലപ്രദമായിട്ട് അവരെ രൂപയെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സേവ് ചെയ്യാനും ഒക്കെ അവർ ഇടപെട്ടിട്ടുണ്ടെങ്കിലും അത് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരുത്തുവാൻ ഇതുവരെ സാധിച്ചില്ല. കാരണം RBIക്ക് കൂടുതൽ ഡോളർ വിറ്റഴിക്കാൻ സാധിക്കത്തില്ല. രൂപയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഡെയിലി അല്ലെങ്കിൽ റെഗുലറായിട്ട് അവർക്ക് അവരുടെ കസ്റ്റഡിയിലുള്ള അല്ലെങ്കിൽ അവരുടെ റിസർവിലുള്ള ഡോളർ അവർക്ക് ഗണ്യമായ തോതിൽ അവർക്ക് വിറ്റഴിക്കാൻ സാധിക്കത്തില്ല. കാരണം അവരുടെ കയ്യിലുള്ള റിസർവ് നഷ്ടപ്പെടും. പക്ഷേ അവർ ഫലപ്രദമായിട്ട് ഒരു പരിധിവരെയൊക്കെ ഇടപെട്ടെങ്കിലും രൂപയുടെ ഈ പറഞ്ഞ താഴേക്കുള്ള തകർച്ചയെ അല്ലെങ്കിൽ ഈ മൂല്യക്കുറവിനെ RBIക്കും കാര്യമായിട്ട് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ പിടിച്ചു നിർത്താനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ദുഃഖകരമായിട്ടുള്ള അവസ്ഥ. ഈ ക്യാപിറ്റൽ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഈ മൂലധന ഒഴുക്ക്, പുറത്തേക്കുള്ള മൂലധന പ്രവാഹത്തിൻ്റെ കാര്യത്തിലും ഇങ്ങനൊരു അസ്ഥിരത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുമെല്ലാം തന്നെ നമ്മുടെ രൂപയുടെ മൂല്യത്തിന് ഒരു കനത്ത വെല്ലുവിളിയായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് രൂപ നേരിടുന്ന ഏറ്റവും വലിയ ചില ചലഞ്ചസ്. ഇപ്പം ഈ പറഞ്ഞ കാരണങ്ങൾ, ഒട്ടനവധി കാരണങ്ങളിൽ ചില പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞത്. രൂപയുടെ മൂല്യം എന്തുകൊണ്ട് ഇടിയുന്നു അല്ലെങ്കിൽ രൂപയുടെ മൂല്യത്തിന് കൂടുതൽ ഈ വീക്ക്നെസ് ഉണ്ടായത് എന്താണ് എന്നുള്ളതിൻ്റെ കാരണമാണ്. നമ്മുടെ എക്സ്പോർട്ട് കൂടുന്നില്ല,
കാര്യമാത്ര പ്രസക്തമായിട്ട് നമ്മുടെ എക്സ്പോർട്ട് കൂടുന്നില്ല. കാരണം നമുക്ക് എക്സ്പോർട്ട് കൂടിയാൽ മാത്രമേ നമ്മുടെ കയ്യിൽ വളരെ വർദ്ധിച്ചതുപോലുള്ള ഡോളർ നമുക്ക് വന്നു ചേരത്തുള്ളൂ. അപ്പം എക്സ്പോർട്ട് ഇല്ല. അതിൻ്റെ പിന്നെ കൂടെ നമുക്ക് ഈ പറഞ്ഞ ഇമ്പോർട്ട്, പല ഐറ്റംസിൻ്റെ മെർച്ചൻഡൈസിൻ്റെ ഒക്കെ ഇമ്പോർട്ട് കൂടുകയും ഇതുപോലുള്ള വിദേശ നിക്ഷേപകർ അവരുടെ നിക്ഷേപങ്ങൾ വിറ്റഴിച്ചിട്ട് അവർ മാർക്കറ്റിൽ നിന്ന് അവർ എക്സിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതും നമ്മൾ ശരിക്കും പറഞ്ഞാൽ മറ്റൊരു ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതേ ഇഫക്റ്റാണ്. എന്ന് വെച്ചാൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡോളർ പുറത്തേക്ക് കൊടുക്കുന്നു, അവരുടെ നിക്ഷേപം വിറ്റഴിക്കുമ്പോഴും നമുക്ക് ഡോളർ പുറത്തേക്ക് നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് പോകേണ്ടി വരും. അല്ലെങ്കിൽ അത് പ്രവാഹം, പുറത്തേക്കുള്ള പ്രവാഹം, ഔട്ട്വേർഡ് ഫ്ലോ നമുക്ക് പറയാൻ പറ്റും. ക്യാപിറ്റൽ ഫ്ലൈറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. മൂലധനത്തിൻ്റെ പുറത്തേക്കുള്ള പ്രവാഹം. അപ്പം ഇതിനെയൊക്കെ ഈ ഡോളർ അകത്തേക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ ഈ പറഞ്ഞ പ്രക്രിയകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോസസ്സുകളാണ് ഡോമിനേറ്റ് ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട് അത് റുപ്പിയും ഈ ഡോളറും തമ്മിലുള്ള വിനിമയ നിരക്കിൻ്റെ ബാലൻസിനെ ക്രമാതീതമായിട്ട് അല്ലെങ്കിൽ ക്രമത്തിലധികമായിട്ട് അത് ബാധിക്കുകയും റുപ്പിയുടെ ഈ വാല്യൂ അല്ലെങ്കിൽ റുപ്പിയുടെ മൂല്യം അത് വളരെ കുറഞ്ഞു എന്നുള്ള പാസ്റ്റ് ടെൻസിലല്ല നമ്മൾ പറയുന്നത്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും. അപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ്റിനും RBIക്കും ഒന്നും ഇതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം ഇതിനനുസൃതമായിട്ടുള്ള ഡോളർ നമ്മുടെ എക്കോണമിയിലേക്ക് ഇൻഫ്ലോ ആയിട്ട് അകത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. വന്നാൽ തന്നെ നമുക്കതിനെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. സുസ്ഥിരമായ രീതിയിലുള്ള ഡോളറിനെ നമുക്ക് നമ്മുടെ എക്കോണമിയിൽ നിന്ന്, മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് കൊടുക്കാൻ നമുക്കതിനെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഡോളർ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പുറത്തേക്കുള്ള മാർക്കറ്റുകളെ ലക്ഷ്യമാക്കിയിട്ട്, പ്രത്യേകിച്ച് അമേരിക്കൻ മാർക്കറ്റിനെ ലക്ഷ്യമാക്കിയിട്ട് ഇവിടെയുള്ള ഇൻവെസ്റ്റേഴ്സ് അവരുടെ പണം പിൻവലിച്ചുകൊണ്ട് അമേരിക്കൻ മാർക്കറ്റിൽ അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെയാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ശരിക്കും പറഞ്ഞുള്ള. കാരണം അവർക്ക് രാജ്യമെന്നോ അല്ലെങ്കിൽ സംസ്കാരമെന്നോ ഭരണ കക്ഷിയെന്നോ രാഷ്ട്രീയ പാർട്ടിയെന്നോ ജാതി മതം അങ്ങനെയുള്ള സംസ്കാരം നോക്കിയല്ല അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന മാക്സിമം പ്രോഫിറ്റ് എവിടെ കിട്ടുന്നു ആ മാർക്കറ്റുകളെ ലക്ഷ്യമാക്കിയാണ് ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ തയ്യാറാക്കുന്നതും ടാർഗറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഇന്ത്യയിൽ അവർക്ക് ലാഭം ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇന്ത്യയിൽ ലാഭമില്ലെന്ന് കാണുമ്പോൾ ഇന്ത്യയിൽ നിന്ന് പണം പിൻവലിച്ചുകൊണ്ട് ലാഭമുള്ള മാർക്കറ്റുകളെ ലക്ഷ്യമാക്കി അവിടേക്ക് അവർ നീങ്ങും. അതാണ് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സാധാരണയായിട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു സൈഡിൽ നമ്മുടെ പല തരത്തിലുള്ള കമ്മോഡിറ്റീസിൻ്റെയും അല്ലെങ്കിൽ മെർച്ചൻഡൈസിൻ്റെയൊക്കെ ഇമ്പോർട്ടുകൾ കൂടുമ്പോൾ, അപ്പോൾ ഇമ്പോർട്ട് അങ്ങനെ കൂടാതിരിക്കാൻ വേണ്ടി ഗവൺമെൻറ് തീർച്ചയായിട്ടും സത്വര നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇങ്ങനെ ഈ ഗോൾഡ് അല്ലെങ്കിൽ അതുപോലുള്ള ഈ കമ്മോഡിറ്റീസിൻ്റെയൊക്കെ ഇമ്പോർട്ട് വളരെ കൂടിയതുകൊണ്ടും ഇറക്കുമതി കൂടിയതുകൊണ്ടും തീർച്ചയായിട്ടും വൻതോതിലുള്ള ഡോളർ നമുക്ക് വിറ്റഴിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ നിന്നും എക്കോണമിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നു എന്നുള്ളൊരു പ്രക്രിയ നിലനിൽക്കുന്നതിനാൽ രൂപയുടെ മൂല്യം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഹിസ്റ്റോറിക്കലായിട്ടുള്ള റെക്കോർഡ് റേറ്റിലേക്കാണ് ഇപ്പോൾ രൂപ വന്ന് ചേർന്നിരിക്കുന്നത്. ഏകദേശം 92 രൂപയോളമായിട്ടുണ്ട് ഒരു ഡോളറിന്. അപ്പം ഇത് തീർച്ചയായിട്ടും നമുക്കറിയാം ഇത് താഴേക്ക് പോകത്തേ ഉള്ളൂ. പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമാത്ര പ്രസക്തമായിട്ട് ഒന്നും ചെയ്യാൻ ഇല്ല. കാരണം നമ്മളിപ്പോൾ നേരിടുന്ന ജിയോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ, അത് അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് റിലേഷൻസ് ഒക്കെ നമുക്ക് നഷ്ടമായതുകൊണ്ടും അതിന് തത്തുല്യമായിട്ട് നമുക്ക് നമ്മുടെ ഓൾട്ടർനേറ്റീവ് മാർക്കറ്റുകളെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാത്തതുകൊണ്ടും നമ്മുടെ മാനുഫാക്ചറിങ് ചൈനയുടെ പോലെ നമുക്ക് കൂടുതൽ എന്താണ് പറയുന്നത് ഒരു അപ്വേർഡ് സ്കെയിലിൽ നമുക്കൊന്നും ഉണ്ടാക്കിയെടുത്ത് നമുക്ക് കൂടുതൽ എക്സ്പോർട്ടുകളെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തതിനൊക്കെ തന്നെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റുപ്പിയെക്കുറിച്ച് നമുക്ക് തൽക്കാലം ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രൂപയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം ഇത് 100, അതായത് ഈ 3 അക്ക സംഖ്യയിൽ ഇത് എത്തിച്ചേരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് ചിന്തിക്കുവാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഈ സാമ്പത്തിക വർഷം തന്നെ അത് സംഭവിക്കുമായിരിക്കാം എന്നുള്ളതാണ്. നമ്മൾ പെസിമിസ്റ്റിക്കായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ രാജ്യത്തെ നമ്മൾ ഉയർത്തി സംസാരിക്കുകയോ രാഷ്ട്രീയം പറയുകയല്ല. കാരണം ഇതൊരു യാഥാർത്ഥ്യമാണ്. അതിനെക്കുറിച്ച് മാത്രം നമ്മൾ ചില കാര്യങ്ങൾ പങ്കുവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ടോപ്പിക്കോട് അവസാനിപ്പിക്കാം. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ